ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മളെ ഓപ്പർച്യൂണിറ്റീസ്. നമ്മുടെ ജീവിതത്തിൽ പല വിധത്തിലുള്ള അവസരങ്ങൾ വരും അല്ലേ? ഈ അവസരങ്ങളെ ശരിയായിട്ട് ഉപയോഗിക്കാൻ കഴിയാനുള്ള വലിയ കാര്യമാണ്. നമ്മൾ മുന്നിൽ വരുന്ന അവസരം നമുക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞില്ല, ആ അവസരം മിസ്സായി പോവും. അപ്പോൾ അതെന്താ വെച്ചാൽ നമ്മളെ ബ്രെയിനായിട്ട് കൂടി ബന്ധപ്പെട്ട കാര്യം. നമ്മളെ ബ്രെയിനിൽ എത്ര കാര്യങ്ങൾക്ക് എത്രത്തോളം ക്ലാരിറ്റി ഉണ്ടോ അതനുസരിച്ചാണ് നമ്മളെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിത വിജയം. നമ്മൾ ജീവിതം വളരെ ഷോർട്ടാണ്, അതിൻ്റെ ഇടയ്ക്ക് കുറച്ചൊന്ന് മേലോട്ട് പൊന്താനും താഴാനൊക്കെയുള്ള സാധ്യത നമ്മളെ മുന്നിലുണ്ട്. അപ്പം അത് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ, ഒന്നിൽ നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അതിന് റെഡി ആയിരിക്കും, അത് വരുമ്പോൾ ഉപയോഗിക്കാൻ വേണ്ടി. നമ്മളെ ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പോയതിൻ്റെ ആവശ്യമില്ല, കാരണം നമ്മളെ ഏജ് ഓൾറെഡി കഴിഞ്ഞു. പക്ഷേ ഈ ചെറുപ്പക്കാരായ ആളുകൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, അവർ പഠിക്കുമ്പോഴും പഠിപ്പ് കഴിഞ്ഞാലും അവർ ജോലി ചെയ്യുമ്പോഴും ഒക്കെ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഉപയോഗിക്കണം. അത് ഉപയോഗിക്കുക എന്നാൽ പിന്നെ രണ്ടാമത് വരില്ല. മനസ്സിലായില്ലേ? ഒരു പ്രാവശ്യം ഒരു ഓപ്പർച്യൂണിറ്റി നമ്മുടെ മുന്നിൽ വന്നിട്ടുണ്ട്, നമ്മളെ പ്രോപ്പറായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു, അങ്ങനെയാണ്. പിന്നെ വേറെ ഒന്ന് കാത്തിക്കണം. അപ്പം അത് എന്താ വെച്ചാൽ, നമുക്കൊരു ബ്രെയിനിന് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ അത് ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ക്ലാരിറ്റി നമ്മളെ ബ്രെയിൻ ഉണ്ടായിരിക്കണം. അതാണ് ഈ വലിയ വലിയ ബിസിനസ്സുകാരും ഒക്കെ ഇങ്ങനെ വിജയകരമായിട്ട് ചെയ്യാനുള്ള കാരണം. നമ്മുടെ ജീവിതം ഷോർട്ടാണ്, നമുക്ക് കുറച്ചൊരു ഫിനാൻഷ്യൽ സക്സസ്സും മറ്റൊക്കെ ഉണ്ടാകുന്നതിന് കാരണം അവർ ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പം എൻ്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം ഒരു അപാരമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിൻ്റെ മുമ്പിൽ വന്നിട്ട് അത് എനിക്ക് നഷ്ടപ്പെട്ടു വയ്ക്കുന്നത്. അല്ല, ഒരു പ്രശ്നമില്ല, നമ്മളിപ്പോൾ അതൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞാൽ അങ്ങനെ വന്നിട്ട് നഷ്ടപ്പെട്ട 2 അവസരങ്ങൾ എനിക്കുണ്ട്. അത് പറഞ്ഞാൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പം നമ്മൾ ഓപ്പർച്യൂണിറ്റീസ് വരുന്നതിൻ്റെ മുമ്പ് തന്നെ നമ്മൾ റെഡി ആയിരിക്കണം. നമ്മളൊരു ഓപ്പർച്യൂണിറ്റി വരാണ്ട് ആ വരുന്ന അപ്പം പിടിച്ചാണെന്നുള്ള റെഡി ആയിട്ട് ക്ലാരിറ്റിയോട് കൂടി നിന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായാലും ഞാൻ പറഞ്ഞു, ഒരിക്കൽ കുറേ മുമ്പ് നമ്മൾ മൊബൈൽ ടെലിഫോൺ ഇന്ത്യയിൽ വരുന്നതിന് മുമ്പ്, മൊബൈൽ ടെലിഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ടെക്നോളജി ഇല്ല. ആദ്യമൊക്കെ മറ്റേ ടെലിഫോൺ, കറക്കുന്ന ടെലിഫോണല്ലേ. അപ്പം അത് വരുന്നതിന് മുമ്പ് UAE ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ അശോക് എന്ന് പറഞ്ഞാൽ, അയാൾക്ക് ഇന്നായിട്ട് ഭയങ്കര അടുപ്പായിരുന്നു. നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആളായിരുന്നു. അയാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഇന്ത്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ മിനിസ്ട്രീൻ്റെ കീഴിലെ ട്രായ് ഇതിന് ലൈസൻസ് കൊടുക്കുന്നതിനെ പറ്റി ആലോചിക്കുന്നുണ്ട്, മൊബൈൽ ടെലിഫോൺ ഇനീഷ്യേറ്റ് ചെയ്യാൻ ഇന്ത്യയിൽ. അപ്പോൾ ഞാൻ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളു, അപ്പോൾ അത് ചില്ലറ കാര്യമില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഇതൊക്കെ സ്റ്റഡി ചെയ്ത് അങ്ങനെ അയാൾ എനിക്ക് കുറേ ഫീഡുകളൊക്കെ തന്നു അവിടെ നിന്ന്. പിന്നെ ഞാൻ ഡൽഹി പോയൊക്കെ ചെയ്ത്. അപ്പോൾ അതിൽ ഞാൻ ഏകദേശം ഒരു ലെവലിലെത്തിയപ്പോൾ ഞാൻ 10 ആളുകളെ ഓർഗനൈസ് ചെയ്ത് അബുദാബിയിലും ദുബായിലും ഉണ്ടായിരുന്ന 10 ചെറുപ്പക്കാരെ. എനിക്കന്ന് 32-33 വയസ്സാണ്. അപ്പോൾ അതേ പ്രായക്കാരായുള്ള ബിസിനസ്സുകാർ അവിടെ അബുദാബിയിലുള്ളവരെ ഞാൻ ഓർഗനൈസ് ചെയ്ത് 10 ആൾക്കാരെ. അപ്പം ഈ 10 ആൾക്കാർ മീറ്റിംഗ് കൂടി. അങ്ങനെ അവർ ഇതിനെപ്പറ്റിയൊക്കെ സ്റ്റഡി ചെയ്ത് എല്ലാവർക്കും എൻ്റെ കാര്യങ്ങളൊക്കെ വിവരിച്ചു കൊടുത്താണ്. അതിന് ശേഷം നമ്മളൊരു കമ്പനി ഫോം ചെയ്തു, ഒരു ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി ഇന്ത്യയിൽ. ആ ഫോം ചെയ്തിട്ട് നമ്മൾ ഉദ്ദേശം ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനി തുടങ്ങിയിട്ട് മൊബൈൽ ടെലിഫോൺ സർവീസ് പ്രൊവൈഡ് ചെയ്യാനുള്ള അന്നത്തെ ലെവലിൽ, അന്ന് ചെറിയ ലെവലിലാണ് ഒക്കെ വലിയ. പക്ഷേ ഇതിനെന്താ, ഈ മൊബൈൽ ടെലിഫോൺ എന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ സാറ്റലൈറ്റിൻ്റെ ചാനൽ എടുക്കണം. അതിന് പറയാൻ പേരുണ്ട്. അത് എടുക്കുമ്പോൾ അതിന് വലിയ എക്സ്പെൻസീവ് ആണ്. അത് മിനിസ്ട്രീൻ്റെ കീഴിലാണ്, അതിന് വലിയ ഡെപ്പോസിറ്റ് കൊടുക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ അന്നത്തെ ലെവലിൽ 5 കോടി രൂപേൻ്റെ ബാങ്ക് ഗ്യാരണ്ടി കൊടുക്കണം. അപ്പോൾ 5 കോടി രൂപേൻ്റെ ബാങ്ക് ഗ്യാരണ്ടി 10 ആൾക്കാരില്ലേ, അവിടെ എളുപ്പമാണ് അന്നത്തെ സിറ്റുവേഷനിൽ. അങ്ങനെ നമ്മൾ 5 കോടി രൂപേൻ്റെ ബാങ്ക് ഗ്യാരണ്ടി ഉണ്ടാക്കി കമ്പനി ഫോം ചെയ്തു. അങ്ങനെ കാര്യങ്ങളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. നമ്മൾ ഞാൻ അന്നത്തെ എൻ്റെ ലീഗൽ അഡ്വൈസറെ കൂടെ ഡൽഹി പോയി മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൾക്കാരെ കണ്ടു തിരിച്ചു വന്നു. പിന്നെ വേറൊരു ടീം, നമ്മളെ കമ്പനീൻ്റെ വേറെ ടീം ഡൽഹിക്ക് പോയി. അപ്പോഴാണ് ഒരു പ്രശ്നം വന്നത്. അപ്പം ഈ ബാങ്ക് ഗ്യാരണ്ടി 5 കോടി ഉള്ളത് ട്രായ് എന്താക്കിയാണ് 100 കോടി ആക്കിയത്. 100 കോടി അന്നത്തെ സിറ്റുവേഷൻ 100 കോടി വന്നാൽ അത് ഒപ്പിക്കാൻ വളരെ പ്രയാസം. 100 കോടി അന്ന് വലിയ എമൗണ്ടാണ്. അപ്പം നമ്മളപ്പോൾ എല്ലാവരും ആകെ ഷോക്കായി. ഇത് എങ്ങനെ 100 കോടി എങ്ങനെ ബാങ്ക് ഗ്യാരണ്ടി 100 കോടിൻ്റെ ബാങ്ക് ഗ്യാരണ്ടിയാണ് ചോദിക്കുന്നത്. 100 കോടിൻ്റെ ബാങ്ക് ഗ്യാരണ്ടി നമ്മൾ 10 ആൾ കൂടിയാലും ആവില്ല. അപ്പം അത്രത്തോളം നമുക്ക് കപ്പാസിറ്റി ഇല്ല ബാങ്കിൽ.
അപ്പം അങ്ങനെ നിന്ന് അതിങ്ങനെ പിന്നെ അങ്ങനെ തല പോഞ്ഞ് എല്ലായിടത്തും ആലോചിച്ച് പല പണികളും ചെയ്ത് അങ്ങനെ 5-6 മാസം അതിനെ മുകളിട്ടിട്ട് തല പോഞ്ഞ് എല്ലാവരും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടും പിന്നെ പിന്നെ മുന്നോട്ട് പോകാനുള്ള ഉറപ്പായി. കാരണം പിന്നെ അത് കൂട്ടി ട്രായ് പിന്നെ അത് കൂട്ടി 100 കോടിയിൽ എനിക്കൊന്ന് 200 കോടിയാക്കി തോന്നുന്നു. അപ്പോൾ അതെല്ലാം കൂടി ആയപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് നമ്മൾ അതിൽ വായിലൊതുങ്ങൂലത് നമ്മളത് ഡ്രോപ്പ് ചെയ്തു, കമ്പനി ഡിസ്പേഴ്സ് ചെയ്തു. അപ്പം അതൊരു സംഭവമാണ്. അന്ന് നമുക്ക് വേറെ പണി പുതിയ ഡയറക്ടേഴ്സിനെ അന്ന് കമ്പനി ഫോം ചെയ്ത് ഞാൻ ചെയർമാനും 10 ഡയറക്ടേഴ്സുമായിട്ടാണ് കമ്പനി ഫോം ചെയ്തത്, ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. അന്ന് കുറച്ചധികം ആൾക്കാർ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂട്ടിയാൽ മതി, ആൾക്കാരും കിട്ടുന്നത് അതിന് വേണ്ട അതിനുള്ളൊരു മാനസികാവസ്ഥ തകർന്നു പോയി. കാരണം നമ്മളെ മനസ്സിൽ ഉണ്ടായിരുന്ന അതൊക്കെ തകർന്ന് ഇതിങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്പായിട്ട് ഇത് പിന്നെ ഈ ട്രായിൻ്റെ നിയമം മാറുന്നുള്ള നമുക്ക് അറിയില്ലല്ലോ. അങ്ങനെ അത് ഡ്രോപ്പായി. അപ്പം അന്നത് നടന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞ വെച്ചാൽ ഇന്നിപ്പോൾ ഈ റിലയൻസിൻ്റെ മൊബൈൽ തുറക്കുന്നതിന് മുമ്പാണത്. അപ്പം ഇന്നൊരു വലിയ സംഭവം ഉണ്ടാവും. അന്നത് ആ കമ്പനി ഫോം ചെയ്ത് ആ കമ്പനി 10 ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും ഞാൻ ചെയർമാനായിട്ട് കമ്പനി തുടങ്ങിയത്. അത് പിന്നെ ഡ്രോപ്പ് ചെയ്ത് ഡിസ്പേഴ്സ് ചെയ്ത്. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റീസ്. അപ്പോൾ അതിലും അപ്പോൾ നമുക്ക് പഠിക്കാണ്ട്. കാരണം അത് നമ്മളെ പെടാത്ത കാര്യമാണെങ്കിലും അത് ശരിക്കും നമുക്ക് കുറച്ചും കൂടി ആഞ്ഞു പിടിച്ചാൽ അതൊക്കെ സാധിക്കുന്ന കാര്യം തന്നെ. അപ്പോൾ അതിനുള്ളൊരു മാനസികാവസ്ഥ ഇല്ലായിരുന്നു, അതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ വേറൊരു അവസരത്തിൽ എന്നോട് പിന്നെ ഒരാൾ പറഞ്ഞു, അല്ല ഇതിൽ കണ്ടാണ് ഞാൻ. അതായത് പിന്നെ ഇൻഫോസിസിന് അന്നത്തെ ഒരു ഡയറക്ടർ, അതായത് ഇൻഫോസിസിൻ്റെ ഒരു ഇത്രയും കണ്ട് ഡെവലപ്പ് ആയിട്ടില്ല, അതിൻ്റെ മുമ്പുള്ള സമയമാണ്. അപ്പോൾ അന്നത്തെ അതിൻ്റെ ഡയറക്ടറത്തെ അയാളെ അയാൾക്ക് പിന്നെ ഇൻഫോസിസ് ഷെയർസ് 1% 0.5% എന്തോ ഉണ്ട് അയാൾക്ക്. അപ്പോൾ അത് പറഞ്ഞാൽ 1 കോടി രൂപ അയാൾ വിലട്ട് അത് അയാൾ വിൽക്കാൻ വെച്ചിരിക്കുക. അയാൾക്ക് വേറെന്തോ അമേരിക്കയിൽ വേറെന്തോ വലിയ പ്രൊജക്റ്റ് ഉണ്ട്, അന്ന് കുറേ മുമ്പാണ്, 10-30 വർഷം മുമ്പാണ്. അപ്പോൾ അതുകൊണ്ട് അയാളത് ഡിസ്പോസ് ചെയ്തിട്ട് അയാളെ പ്രൊജക്റ്റിലേക്ക് പോകാൻ പോവാം. അപ്പം ഞാൻ അതിനെപ്പറ്റി ശരിക്കും സ്റ്റഡി ചെയ്തു. അപ്പോൾ അത് ഭയങ്കര സംഭവമുള്ളത്. ഇൻഫോസിസ് അന്ന് ചെറിയ കമ്പനിയാണെങ്കിൽ പിന്നെ ഭയങ്കര വളർച്ചയുള്ള കമ്പനിയാണ്. അപ്പം ഞാനത് വാങ്ങാൻ തീരുമാനിച്ചു. അപ്പോൾ തീരുമാനിച്ചപ്പം പിന്നെ അതിന് 1 കോടി രൂപ വരുമെന്ന്. അപ്പോൾ അതിന് ഞാൻ ബാങ്കിൽ നിന്ന്, സാറിന് ഇപ്പം അങ്ങനെ എടുക്കും, ബാങ്കിൽ ലോൺ കിട്ടും, വളരെ എളുപ്പമായിട്ട് കിട്ടും ഇങ്ങനത്തെ പിന്നെ പർച്ചേസിങ്ങിന്. അപ്പം ഞാൻ ബാങ്കിൽ പോയി എല്ലാ കള്ളർ സൈൻ ചെയ്ത് ഒക്കെ റെഡിയായി. അപ്പം യാതൊരു പ്രശ്നമില്ല. അങ്ങനെ അതിൻ്റെ സമയം കൊണ്ടിരിക്കുകയാണ്. അയാൾക്ക് തിരക്കാണ്, വിൽക്കുന്ന ആളുകൾക്ക് തിരക്ക്, അവർക്ക് വേഗത്തിൽ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അവരങ്ങനെ പിന്നെ ഡിസ്പോസ് ചെയ്യാൻ നിൽക്കുമ്പോഴാണ് ഞാനിങ്ങനെ ബാങ്കിൽ പോയിട്ട് ചെയ്യുന്നത്. അപ്പം ബാങ്കിൽ നിന്ന് ഒരാൾ നമ്മളെ ഓഫീസിൽ വന്നു. അപ്പം നമ്മളെ വിളിക്കാതെ വന്നപ്പോൾ ഞാൻ ഭയങ്കര ബിസി ആയിരുന്നു, എനിക്ക് സമയമില്ല. അപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ നിന്ന് അവർ പറഞ്ഞ് ഇപ്പോൾ കാണാൻ പറ്റില്ല, സാർ ഭയങ്കര ബിസിയാണ്. അയാൾ പോയി. അയാൾ പിറ്റേന്ന് ഇതേമാതിരി വിളിക്കാതെ അപ്പോയിൻമെൻറ്റ് എടുക്കാനുണ്ടാവും വന്ന്. ഞാൻ അറിഞ്ഞില്ലല്ലോ ആരാ വരുന്നതെന്ന്. നമ്മളത് പറയുമ്പോഴല്ലോ അറിയാം. അങ്ങനെ അയാൾ 3 പ്രാവശ്യം അവിടെ വന്ന് തിരിച്ചു പോയി. അപ്പോൾ അയാൾക്ക് ഭയങ്കര അങ്കലാപ്പായി. അപ്പം ഞാൻ അതിൻ്റെ അവിടുത്തെ സീനിയർ മാനേജറാണ് ബാങ്കിലത്തെ. അപ്പം പിന്നെ ഞാൻ പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, പിന്നെ നമ്മളെ ഫ്രണ്ട് ഓഫീസർ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അതിങ്ങനെ ഒരാളോട് വന്നിരുന്ന ആൾ ആരാ അറിയില്ല, എന്താ അബു ഹാസൻ എന്താ അയാളുടെ പേര്. അപ്പം അയാൾ തിരിച്ചു പോയി. അങ്ങനെ അപ്പോൾ അയാൾക്കാകെ മനസ്സ് ഇതായി. അയാൾ അതുവരെ നമ്മളുണ്ടാക്കിയ അഗ്രിമെൻ്റ് ആയിട്ടില്ല, നമ്മളിങ്ങനെ ഏകദേശം ഒരു രൂപ ഉണ്ടാക്കി. അയാൾ പിന്നെ പിൻവലിഞ്ഞു ഇതൊക്കെ. അപ്പോൾ പിന്നെ എനിക്കപ്പോൾ വേറെ ബാങ്കിൽ പോകാനുള്ള സമയമില്ല, എൻ്റെ ഇതുപോലെ ടൈം കഴിഞ്ഞു. അങ്ങനെ ഓപ്പർച്യൂണിറ്റീസും പോയി. അത് യഥാർത്ഥത്തിൽ അത് ഉണ്ടായി. ഇപ്പം ഞാനൊക്കെ മറ്റേ ക്രിസ് ഗോപാലകൃഷ്ണൻ്റെ ഒക്കെ ലെവലായി ഉണ്ടാവും ഞാൻ അത് ഉണ്ടായിരുന്നെങ്കിൽ. അതായത് ഏകദേശം ഒരു 15,000 കോടിൻ്റെ ആസ്തി വന്നിട്ടുണ്ടാവും അന്നത് വാങ്ങാൻ കഴിഞ്ഞിരുന്നെങ്കിൽ. അപ്പോൾ അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് പിന്നെ ഞാൻ വിട്ടു കളഞ്ഞു, കാരണം അത് നമുക്കൊന്നും ചെയ്യാറില്ല. പിന്നെ രണ്ടാമത് വേറൊരു ബാങ്കിൽ നിന്ന് ആ പ്രോസസ്സ് ചെയ്യുമ്പോൾ വളരെ ടൈം കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് നമ്മൾ മിസ്റ്റേക്ക് എന്താ പറ്റിയത്, ഞാനവിടെ ഫ്രണ്ട് ഓഫീസിൽ പറഞ്ഞാൽ മതി ഇങ്ങനെ ആൾ വരും ബാങ്കിൽ നിന്ന്, അപ്പോൾ സൂക്ഷിക്കണം. എനിക്ക് ആൾ വരുന്നേ അറിഞ്ഞില്ല. അപ്പോൾ അത് പറയാത്തൊറ്റ മിസ്റ്റേക്ക് കൊണ്ട് അത് ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെട്ടു. ശരി. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വരും പോകും അല്ലേ. അത് നമ്മളെ ലൈഫിൻ്റെ സ്റ്റൈൽ ആകെ മാറി. ഇപ്പോൾ 15,000 കോടിൻ്റെ ആസ്തിയുള്ള ലൈഫ് വേറെ വിധമായിരിക്കുമല്ലോ. അപ്പം അതാണ് മാറിയിട്ട് നമ്മൾ സാറിന് ലെവലിൽ പോകും. ശരി. അപ്പോൾ അതാണ് അതിൻ്റെ. അപ്പോൾ നമുക്ക് വരേണ്ട എങ്ങനെ വെച്ചാൽ, നമുക്ക് നമ്മളെ ലൈഫിൽ ഷോർട്ട് ലൈഫാണ്. ആ ഷോർട്ട് ലൈഫിൽ എന്തെങ്കിലും വലിയ ഓപ്പർച്യൂണിറ്റീസ് വന്നാൽ നമ്മളെ ലൈഫ് സ്റ്റൈൽ ഈ ഷോർട്ട് ലൈഫിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും, അല്ലെങ്കിൽ നമ്മൾ പഴയ ഒരു ലൈഫ് സ്റ്റൈൽ തന്നെ പോകും. അപ്പോൾ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പം അത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കാം. അത് പ്രോപ്പറായിട്ട് റെഡി ആയിരിക്കുക.
പിന്നെ എപ്പോഴും ബ്രെയിനിന് ക്ലാരിറ്റി ഉണ്ടാക്കി അത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഉപയോഗിക്കേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കണ്ടേ, അതാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കാം. ഓക്കെ, ഗുഡ് ലക്ക്, അസ്സലാമു അലൈക്കും.